ജീവിതത്തിൽ പലപ്പോഴും പ്രതീക്ഷിക്കാത്ത സമയങ്ങളിലാണ് ഭയം നമ്മുടെ മനസ്സിന്റെ ബാധിക്കൽ വന്ന് മുട്ടാറുള്ളത്. രോഗത്തിന്റെ രൂപത്തിലോ പരാജയത്തിന്റെ രൂപത്തിലോ അനിശ്ചിതത്വത്തിന്റെ രൂപത്തിലോ അത് കടന്നു വരാം. ആ സമയത്ത് ഭയപ്പെട്ട് ഒളിച്ചിരിക്കുകയല്ല വേണ്ടത്, മറിച്ച് ദൈവത്തിലുള്ള വിശ്വാസമാകുന്ന ആയുധമെടുത്ത് ആ വാതിൽ തുറക്കണം. വിശ്വാസത്തോടെ നാം പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മെ ഭയപ്പെടുന്ന പല കാര്യങ്ങളും വെറും നിഴലുകൾ മാത്രമായിരുന്നുവെന്നും അവയ്ക്ക് യഥാർത്ഥത്തിൽ നമ്മെ തകർക്കാൻ കഴിയില്ലെന്നും നമുക്ക് മനസ്സിലാകും. ദൈവത്തിന് പ്രകാരം പറയുന്നു, ദൈവം നമുക്ക് ഭീരത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സ്വബോധത്തിന്റെയും ആത്മാവിനെ അത്രയേ തന്നിട്ടുള്ളത്. 2 തിമോഥെയോസ് 1-7 വാക്യം. ബൈബിളിലെ യഹോശാഫത്ത് രാജാവിന്റെ ചരിത്രം ഇതിന് വലിയ ഒരു ഉദാഹരണമാണ്. മോവാബിയുടെയും അമ്മോന്യരുടെയും ഒരു വലിയ സൈന്യം യഹൂദയെ ആക്രമിക്കാൻ വരുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ യഹോശാഫത്ത് രാജാവ് ഭയപ്പെട്ടു. ഭയം അവന്റെ രാജ്യത്തിന്റെ വാതിൽക്കൽ വന്ന് മുട്ടിയ നിമിഷമായിരുന്നു അത്. എന്നാൽ രാജാവ് ഭയത്തിന് കീഴടങ്ങി ഒളിച്ചിരുന്നില്ല. രാജാവ് വിശ്വാസത്തോടെ വാതിൽ തുറന്നു. ജനത്തെ എല്ലാം കൂട്ടി ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. രാജാവ് ദൈവത്തോട് പറഞ്ഞത്, ഞങ്ങൾക്ക് ഈ വലിയ സൈന്യത്തിന് നേരെ നിൽക്കാൻ ശക്തിയില്ല, എന്ത് ചെയ്യുന്നു എന്ന് അറിയുന്നില്ല. ഞങ്ങൾ കണ്ണുകൾ അങ്ങിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. അവർ വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചു മുൻപോട്ട് പോയപ്പോൾ ശത്രുക്കൾ പരസ്പരം വെട്ടി മരിച്ചു കഴിഞ്ഞിരുന്നു. അവിടെ ഭയപ്പെടാൻ ആരും അവശേഷിച്ചില്ല. ഭയം നിങ്ങളെ തളർത്താൻ നോക്കുമ്പോൾ നിങ്ങളെ വാതിൽ തുറക്കാൻ വിശ്വാസത്തെ ചുമതലപ്പെടുത്തുക. ഭയം അപ്രത്യക്ഷമാകും. ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ളിടത്ത് ഭയത്തിന് സ്ഥാനമില്ല. കാരണം പൂർണ്ണമായ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയും. എന്റെ ഉപദേശം ഇതാണ്, ഭയം വന്ന് നിങ്ങളുടെ ചിന്തകളുടെ വാതിലുകളിൽ മുട്ടുമ്പോൾ പരിഭ്രാന്തരാകരുത്. ഭയത്തെ സ്വീകരിക്കുവാൻ നിങ്ങൾ വാതിൽ തുറക്കരുത്, മറിച്ച് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിലുള്ള വിശ്വാസം കൊണ്ട് ധൈര്യമായി നേരിടുക. നിങ്ങൾ പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ ശക്തിയോടെ ആ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുമ്പോൾ ഓർക്കുക, നിങ്ങളെ തകർക്കാൻ വന്ന പ്രശ്നത്തിന്റെ ശക്തി ഇല്ലാതായിട്ടുണ്ടാകും. നിങ്ങളുടെ ദൈവത്തിലുള്ള ആശ്രയം ഭയത്തെ പൂർണ്ണമായും ഇല്ലാതാക്കും. ദൈവത്തിൽ എപ്പോഴും ധൈര്യമുള്ളവരായിരിക്കുക. ക്രിസ്തുയേശുവിലൂടെ നിത്യതയ്ക്ക് ഉതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.